അമേരിക്കയ്ക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ട്രംപ്. ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്ക മറ്റു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ലോക മീഡിയകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, തങ്ങൾക്ക് ഭീമമായിരിക്കുന്ന നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഇറാനാണ് നഷ്ടം നൽകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ചർച്ചാ സംബന്ധമായ കാര്യം പാകിസ്ഥാൻ നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ തങ്ങൾ ഉന്നയിക്കുന്നതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. പലതരത്തിലും പല രീതിയിലും പല സാഹചര്യങ്ങളിലൊക്കെ മാരകമായിരിക്കും തിരിച്ചടി അമേരിക്കക്ക് നേരെ ഉണ്ടായ പല രാജ്യങ്ങളും അങ്ങനെയുണ്ട്. എന്നാൽ അവിടെ ഒന്നും അമേരിക്ക നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്രക്ക് ഭീമമായിരിക്കുന്ന നഷ്ടം അമേരിക്കക്ക് ഉണ്ടായതുകൊണ്ട് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടുമാണ് അത് പറയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇറാനുമായുള്ള ചർച്ച അടുത്ത ആഴ്ച നടക്കുന്ന സമയത്ത് ഈ വിഷയം ഗൗരവപരമായിട്ട് രീതിയിൽ സംസാരിക്കാൻ തങ്ങളുടെ പ്രതിനിധി സംഘത്തെ തന്നെ പാകിസ്ഥാനിലേക്ക് അയക്കും എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 5 മാസത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഭീമമായിരിക്കുന്ന നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു ലോക സൈനിക ശക്തിയുള്ള രാഷ്ട്രം നടത്തുന്നതിനേക്കാൾ ബീഭത്സമായിരുന്നു ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ. ആയതിനാൽ അതിൽ ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളതാണ് പറയുന്ന കാര്യം. സൈനികമായിരിക്കുന്ന നഷ്ടം അതൊരു കൃത്യത പറഞ്ഞിട്ടില്ല. ചില റിപ്പോർട്ടിനകത്ത് 500-ലധികം എന്നൊക്കെ പറയുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മൂടി വെച്ച് അതൊന്നും പുറത്ത് പറയാതെ അങ്ങനെ ഒതുക്കി കൊണ്ടുവരികയാണ്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അവർ പറഞ്ഞ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഏറെക്കുറെ 32 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 500-ലധികം സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ചില പ്രാദേശിക റിപ്പോർട്ടിൽ അത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ, സൈനിക ബേസ് തകർത്തതുമായി ബന്ധപ്പെട്ട് റഡാർ തകർക്കപ്പെട്ടത്, നിരീക്ഷണ കേന്ദ്രങ്ങൾ അപ്പാടെ ഇല്ലാതെയാക്കിയത്, അതിനൊക്കെ പുറമെ ആയിട്ട് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ അത് അപ്പാടെ തകർത്തെറിയും. ചില മേഖലകളിൽ അങ്ങനെ ഒരു സൈനിക ബേസ് ഉള്ളതുപോലും കാണാത്ത വിധമാണ് മാരകമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. അമേരിക്കയുടെ പ്രതിരോധങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഈ ഇറാൻ്റെ മിസൈലുകൾ തീ തുപ്പുന്ന സമയത്ത് നോക്കി നിൽക്കേണ്ട ഒരു ദയനീയ അവസ്ഥയാണ് അമേരിക്കക്കുണ്ടായത്. 2ാം ലോക യുദ്ധത്തിൽ പോലും പിടിച്ചു നിന്ന അമേരിക്ക അതിജീവനത്തിന് വേണ്ടി അവരുടെ എല്ലാവിധ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ജപ്പാനെ പരാജയപ്പെടുത്തിയ അമേരിക്ക കേവലം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻപിൽ മുട്ടുവിറക്കുന്ന ഒരു ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനുള്ളത് എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ നിരീക്ഷണ അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നഷ്ടപരിഹാരം ചോദിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇതിനിടയിൽ ഇറാൻ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തെ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുകയും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരടക്കം വലിയൊരു ജനാവലിയെ കൊലപ്പെടുത്തുകയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള മേഖല തകർക്കുന്നതോടൊപ്പം ആണവായുധ മേഖല, അതായത് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ അവർ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പരമാധികാരത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണ പരമ്പര എന്നതിനാൽ തീർച്ചയായിട്ടും ഇറാൻ നഷ്ടത്തിന് അവകാശിയാണ്. UN സഭയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടും ഈ കാര്യം ഇറാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനത് പറഞ്ഞിരിക്കുന്ന കാര്യം, അന്യായമായ രീതിയിൽ ഒരു ജനതയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെടുക എന്നുള്ളത് ഇതാദ്യമായിട്ടൊന്നല്ല. ജർമ്മനിക്കെതിരെ ജൂതന്മാർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൽകിയിരിക്കുന്ന കേസ് അല്ലെങ്കിൽ പരാതി, ആ പരാതിയോടനുബന്ധിച്ച് വിധി വന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്. അവർ 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് നമുക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലറാണ് കൂട്ടക്കുരി നടത്തി വംശീയ ഉന്മൂലനം ചെയ്തത് ജൂതന്മാരെ. 95% ജൂതന്മാരെയും ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, 5% മാത്രമാണ് ബാക്കി വെച്ചത്. ഈ 5% എന്തിന് ബാക്കി വെച്ചു എന്ന ചോദ്യത്തിന് ഹിറ്റ്ലർ പറഞ്ഞിരിക്കുന്ന മറുപടി, വരാൻ പോകുന്ന തലമുറക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനെന്തിനാണ് ജൂതന്മാരെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പോൾ ഈ 5% ജൂതന്മാരുടെ പ്രവർത്തനം കൊണ്ട് ലോകം വിലയിരുത്തട്ടെ, ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ വേണ്ടി ഞാൻ ആ വിഭാഗത്തിൽ 5% മാത്രം ബാക്കി വെച്ചു എന്നുള്ളതാണ് അഡോൾഫ് ഹിറ്റ്ലർ അയാളുടെ ആത്മകഥയിൽ ഈ ഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഈ ജൂത വിഭാഗം എന്ത് ചെയ്തു?
ക്രിമിനൽ കോടതിയെ സമീപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ തലമുറ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടക്കുരുതി നടത്തുകയും ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലേക്ക് ചെതറിയോടുകയും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ആട്ടിത്തെളിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വംശങ്ങൾ വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ ചത്തു വീഴുകയായിരുന്നു, മരിച്ചൊടുങ്ങുകയായിരുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഉടുവസ്ത്രം പോലും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ മനസ്സിലാകാത്ത വിധമായിരുന്നു ശരീരത്തിൻ്റെ ആകൃതിയും രൂപവും ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ തരത്തിലായിരുന്നു. യൂറോപ്യന്മാർ എന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളൊന്നും ഈ ഇസ്രായേലിന് അഭയം നൽകിയിട്ടില്ല, ജൂതന്മാർക്ക് അഭയം നൽകിയിട്ടില്ല. അതൊരു വിശ്വാസപരമായിരിക്കുന്ന വിഷയം കൂടിയായിരുന്നു. അഥവാ ക്രിസ്ത്യാനികളുടെ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തത് ജൂതന്മാരാണ്, അതുകൊണ്ട് അവർക്ക് അഭയം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. ദൈവപുത്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒറ്റുകൊടുത്ത വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മതവിശ്വാസികൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ അന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഒഴിവാക്കിയെന്ന് മാത്രമല്ല, കപ്പലുകളൊക്കെ കൂട്ടക്കൊലകൾ നടക്കുന്ന തരത്തിലൊക്കെ ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് അവർ എവിടെ എത്തുന്നത്? പാലസ്തീനിലെത്തുന്നത്. പാലസ്തീൻ അവർക്ക് അഭയം നൽകി. അഭയം നൽകിയതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇറാൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ജൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവർ വംശഹത്യ ചെയ്തു, അതിനാൽ തന്നെ നഷ്ടം വേണമെന്ന് പറഞ്ഞു. അവർക്ക് നഷ്ടം നൽകുകയും ചെയ്തു. ഈ നഷ്ടം നൽകിയിരിക്കുന്ന ആ പണം കൊണ്ട് ഫലസ്തീനികളിൽ നിന്ന് ഇസ്രായേലിലെ ജൂത വിഭാഗം ഭൂമി വാങ്ങിക്കൂട്ടി എന്നും അന്ന് നടന്ന സംഭവത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. അന്നത്തെ ഭൂമി എന്ന് പറയുന്ന സമയത്ത് അത് ഒന്നാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ്. അവിടെ ഓട്ടോമൻ സാമ്രാജ്യം വീഴുന്നു. പിന്നീട് ബ്രിട്ടൻ്റെ കൺട്രോളിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു. പിന്നെ ബ്രിട്ടനിൽ നിന്ന് ഭരണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതി പല അറേബ്യൻ രാജ്യക്കാർക്കും ഉണ്ടാകുന്നു. അവരുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ അത് പോയത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദരിദ്രരായിരിക്കുന്ന പാലസ്തീനികൾക്ക് ഇവരുടെ ഭൂമി വാങ്ങുകയല്ലാതെ മറ്റ് ഒരു പോംവഴികളും ഇല്ലായിരുന്നു. അത് എന്ന് വെച്ചാൽ വലിയ സംഖ്യ നൽകുന്നു, ദരിദ്രരായിരിക്കുന്ന പാലസ്തീനികൾ ഭൂമി വിൽക്കുന്നു. കുറേശ്ശെങ്കിലും കാർഷിക മേഖലയ്ക്കും ജീവരക്ഷയ്ക്കും വേണ്ടി താൽക്കാലികമായിട്ടാണ് പല ആളുകളും ഭൂമി വാങ്ങിയത് എന്നൊക്കെ അന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നീടാണ് റൂട്ട് മാറുന്നു. ആ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശവും അറേബ്യൻ ഭൂമിയുടെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് രാജ്യമാക്കാൻ വേണ്ടി ബ്രിട്ടൻ ഇസ്രായേലിനെ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നീട് ശക്തി ഒന്നാം ലോക യുദ്ധത്തിൽ ശക്തിയായത് ബ്രിട്ടനാണെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ശക്തിയായത് അമേരിക്കയാണ്. അമേരിക്ക ശക്തിയായതോടുകൂടി പിന്നീട് അവർ ലോക രാജ്യങ്ങളിലെ ആഭ്യന്തര വിഷയത്തിൽ നേരിട്ട് ഇടപെടൽ തുടങ്ങി. അതാണ് പിന്നീട് അവരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ കണ്ടത്. എല്ലാ രാജ്യങ്ങളിലും അവർ നേരിട്ട് ഇടപെടുന്നു. അവർക്ക് താല്പര്യമില്ലാത്ത മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ താല്പര്യമുള്ള ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുക. ഇതാണ് സാധാരണ അവർ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി സോവിയറ്റ് യൂണിയൻ ഒരു ബൃഹത്തായിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ലോകത്ത് നിലനിന്നിരുന്നു. പക്ഷെ അത് തകർന്നതോടുകൂടി അവിടെ ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക, നമുക്കറിയാം ഗോർബച്ചോവിൻ്റെ കാലത്ത് തുറന്ന സമീപനം, സ്വതന്ത്രമായിരിക്കുന്ന ആശയവിനിമയം എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻപ് സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഈ സോവിയറ്റ് യൂണിയനിൽ ഈ അവിടുത്തെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളും സംഭവങ്ങളും അവിടുത്തെ പൗരന്മാർക്ക് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് വന്നതോട് കൂടിയിട്ട് അവിടെ പിന്നീട് കമ്മ്യൂണിസത്തിനെതിരെയുള്ള നിലപാടായിട്ട് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് വി ഐ ലെനിൻ്റെ ഏറ്റവും വലിയ പ്രതിമയൊക്കെ മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് അവർ പല ഭാഗങ്ങളിലായിട്ട് എറിഞ്ഞുടച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് വന്നായിരുന്നു. അപ്പോൾ ശക്തി സംഭരിച്ചു അമേരിക്ക അങ്ങനെ പല രാജ്യങ്ങളും ഇടപെട്ട്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഇങ്ങോട്ട് ഈ പെൻറ്റഗൺ അക്രമത്തോട് കൂടിയിട്ട് 10ഓളം തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പ്രഖ്യാപിക്കുകയും അതിൽ പരമാവധി രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ട് ഭരണാധികാരികളെ വെടിവെച്ചു കൊല്ലുകയോ തൂക്കിലേറ്റുകയോ
രാജ്യം അട്ടിമറിക്കുകയോ ബദൽ സംവിധാനം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അത് ഇറാനിൽ തട്ടി ഉടക്കി നിന്നു എന്ന് മാത്രമല്ല, ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അമേരിക്ക പതറിപ്പോയി എന്നുള്ളതുമാണ്. ആ പതർച്ച ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അമേരിക്ക നഷ്ടപരിഹാരം ചോദിച്ചത്. നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ 300 മില്യൺ നഷ്ടപരിഹാരമാണ് ഇറാന് നൽകാൻ വേണ്ടി ഏകദേശം ധാരണ. അത് കൊടുത്തിട്ടൊന്നുമില്ല, ധാരണയായത്. എന്നാൽ അതിൻ്റെ ഇരട്ടിയിലധികം നഷ്ടങ്ങൾ അമേരിക്കക്കുണ്ടായിട്ടുണ്ട് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കയുടെ വെളിപ്പെടുത്തൽ, ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അത് യാഥാർത്ഥ്യമാണ് എന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അഥവാ അമേരിക്കക്ക് നഷ്ടം കിട്ടണമെങ്കിൽ അവർക്ക് അത്രയും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന സമയത്ത് ഇറാന് മുൻപിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.